Let's dive into the fascinating world of physics with Dr. Sina G. Good morning all. Welcome to lectures by Dr. S.G. In today's class, we are going to discuss about equipotential surfaces. ഇപ്പൊ നിങ്ങൾ അവിടെ നോക്കുമ്പോഴേ ഞാൻ ദേ ഇവിടെ നിൽക്കാണ്. ഇപ്പൊ ഈ ഫ്ലോറിൽ ഞാൻ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ മിസ് ഐ എം ഡൂയിങ് എനി വർക്ക്? ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു വർക്കും ചെയ്യുന്നില്ല. അതേസമയം ഇവിടെ കുറച്ച് 10 സ്റ്റെപ്സ് ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റെപ്സ് കയറുകയാണെങ്കിൽ ഐ ആം ഡൂയിങ് എനി വർക്ക്? യെസ്. സ്റ്റെപ്സിൽ ഞാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഐ എം എക്സേർട്ടിങ് സം ഫോഴ്സ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ഐ എം ഡൂയിങ് വർക്ക് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ബേസ് സർഫസിൽ നിന്ന് അടുത്ത സ്റ്റെപ്സിലേക്ക് പോകുമ്പോൾ ഹൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാൻ പറ്റും ഞാൻ നിൽക്കുന്ന ഈ ഒരു ഫ്ലോറിലെ പൊട്ടൻഷ്യൽ സെയിം ആണ്. സോ ഇറ്റ് ഇസ് കോൾഡ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പൊ ഞാനിപ്പോ ഗ്രാവിറ്റി റിലേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്, പ്ലസ് ക്യൂ. അപ്പൊ ഈ പോസിറ്റീവ് ചാർജിന്റെ കേസിൽ നമുക്കറിയാം ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് റേഡിയലി ഔട്ട്വേർഡ്. സോ റേഡിയലി ഔട്ട്വേർഡ് പോകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് ഞാൻ ഈ റെഡ് കളർ ലൈൻസിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഐ എം ബ്രിങ്ങിങ് എ പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിന്റ്. ഞാൻ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? വി ഇസ് ഈക്വൽ ടു 1/4πε0 Q/r എന്ന് എഴുതാം അല്ലേ? ഓക്കെ, ഇനി ഞാൻ ഈ പ്ലസ് ക്യൂ ചാർജ് ഇവിടെ ഈ ഒരു പോയിന്റിൽ, ഇത് P1 എന്ന് കൊടുത്തോ, ഇത് P2 എന്ന് കൊടുക്കാം. ഈ ഒരു പോയിന്റിലാണ് കൊണ്ടുവന്ന് വെച്ചെങ്കിൽ ഈ പൊട്ടൻഷ്യലും സെയിം അല്ലേ? കാരണം നോക്കിക്കേ, ഈ R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് ചാർജിന്റെ കേസിൽ നമ്മൾ ചുറ്റും ഒരു സ്പിയർ വരയ്ക്കാമെങ്കിൽ, ഒരു സ്ഫെറിക്കൽ സർഫസ് വരയ്ക്കാമെങ്കിൽ വിത്ത് ആർ കോൺസ്റ്റന്റ്, അങ്ങനെയാണെങ്കിൽ ആ ഒരു സർഫസിലെ പൊട്ടൻഷ്യൽ എല്ലാം സെയിം ആയിരിക്കും. ദാറ്റ് ടൈപ്പ് ഓഫ് സർഫസസ് ആർ കോൾഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി ഈ ഒരു പോയിന്റ് ആണെങ്കിൽ കാര്യം മാറി, കാരണം റേഡിയസ് മാറി. അതായത് ഈ ക്യൂ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആയിരിക്കും. അതേസമയം ആ ഒരു പൊട്ടൻഷ്യൽ ഇവിടെ നമ്മളൊരു സ്പിയർ വരച്ചു കഴിഞ്ഞാൽ ഈ സ്പിയർ മുഴുവനും സെയിം പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും. Q1 Q2 സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും. കണ്ടോ? അപ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആയിട്ടുള്ള സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. എ സർഫസ് അറ്റ് എവറി പോയിന്റ് ഓഫ് വിച്ച് ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് സെയിം. അപ്പൊ ഇവിടെ ഈ പിക്ചർ കാണിച്ചേക്കുന്നത് ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഓക്കെ, ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് സ്പെറിക്കലി സിമെട്രിക് ആയിരിക്കും. അപ്പൊ നമ്മൾ പോയിന്റ് ചാർജിനെ വരച്ചെങ്കിൽ നമുക്കൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെ വരുമെന്ന് നോക്കാം. അതായത് ഇത് നോക്കിക്കോ, ഇവിടെ എക്സ് ഡയറക്ഷനിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ പാരലായിട്ട് കാണിക്കുന്ന പാരലൽ ലൈൻസിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സർഫസ് ഉണ്ടല്ലോ, വെർട്ടിക്കലി കിട്ടുന്ന ഇങ്ങനെ കിട്ടുന്ന സർഫസ്, ആ സർഫസ് ആണ് അതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിട്ട് വരുന്നത്. അതായത് നമ്മളൊരു കേക്ക് എടുത്ത് കട്ട് ചെയ്താൽ കിട്ടുന്ന ഒരു സർഫസ് ഇല്ലേ, അതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടുത്തെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനും ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതെ, ഇവിടെയും അങ്ങനെ തന്നെയാണ്, എവിടെ എടുത്താലും അങ്ങനെ തന്നെയാണ്. അതെ, ഞാനിപ്പോ ഈ ഒരു സർഫസ് എടുത്തെന്ന് വെച്ചു, ഈ ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 3D ആയിട്ട് ഇമാജിൻ ചെയ്യണം കേട്ടോ. ഈ ഒരു സർഫസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടോ, ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇനി അതേപോലെ നെക്സ്റ്റ് നമ്മൾ ഒരു ഡൈപോളിന് മൂലമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാമെങ്കിൽ ഇത് ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത്. അതേസമയം രണ്ട് സിമിലർ ചാർജസ് ആണെങ്കിൽ അതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈ ഒരു പാറ്റേണിൽ വരും. അതായത് ഈ ഒരു ഈക്വൽ ചാർജസ് ആണ് കേട്ടോ, ഇതും പ്ലസ് ക്യൂ ആണ്, ഇതും പ്ലസ് ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻഫിനിറ്റിന്ന് ഇവിടെ വരെ ഒരു ചാർജിനെ കൊണ്ടുവരാൻ എടുക്കുന്ന അതേ വർക്ക് തന്നെയായിരിക്കും ഇൻഫിനിറ്റിന്ന് ഇതിന്റെ രണ്ടാമത്തെ ലൈനിൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഞാൻ ചെയ്യുന്ന വർക്ക് ഡൺ. സോ വർക്ക് ഡൺ സെയിം ആകുമ്പോൾ പൊട്ടൻഷ്യലി സെയിം ആവും. അപ്പൊ രണ്ട് പോസിറ്റീവ് ചാർജ് അല്ലെ നെഗറ്റീവ് ചാർജ് ഐഡന്റിക്കൽ ചാർജ് ആണെങ്കിൽ അതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പാറ്റേൺ ഇങ്ങനെയായിരിക്കും വരിക. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യലിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പാറ്റേൺ ഇങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ.
Next, we are going to discuss about the properties of equipotential surface. Equipotential surface and properties നിങ്ങളുടെ CBSEക്കും ISCയുടെയും ബോർഡ് എക്സാമിന് റീസൺ അസേർഷന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് മൊത്തം കൺസെപ്റ്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ നോക്കാം. നോ വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഇൻ എൻ equipotential സർഫസ്. അതായത് ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോ ഇവിടെ ഒരു ഫ്ലോറിൽ നിൽക്കുകയാണ്. ഈ ഒരു ഫ്ലോറിൽ ഈ ഒരു പോയിന്റ് ഞാൻ അടുത്തൊരു പോയിന്റിലേക്ക് നീങ്ങിയാലും ഞാൻ ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ഒന്നും ചെയ്യുന്നില്ല. സോ വർക്ക് ഡൺ ഇസ് 0. അതേപോലെ തന്നെ നമ്മുടെ പോയിന്റ് ചാർജിന്റെ കേസിൽ equipotential സർഫസ് വരയ്ക്കുകയാണെങ്കിൽ സ്പെറിക്കലി സിമെട്രിക് ആയിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റിൽ P1 ഇരിക്കുന്ന ഈ +q ചാർജിനെ ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് P2 മാറ്റിയാലും പൊട്ടൻഷ്യൽ ചേഞ്ച് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ ഈ ഇക്വേഷൻ വെച്ചിട്ട് W is equal to Q delta V അല്ലേ, ഡെൽറ്റ V 0 ആണ്. സോ ടോട്ടൽ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് ഇസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ equipotential സർഫസ്. അതിന് നമ്മൾ ഇവിടെ വരച്ച ഈ ഒരു ഫിഗർ നോക്കിയാൽ മതി. ഇവിടെ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് x ഡയറക്ഷനിലാണ് ആൻഡ് equipotential സർഫസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ x ആക്സിസ്. കേക്ക് കട്ട് ചെയ്യുന്ന പോലെയാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ആ ഒരു സർഫസ് ആണ് equipotential സർഫസ്. അപ്പോൾ ഈ equipotential സർഫസിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. ഇപ്പൊ നമ്മൾ പോയിന്റ് ചാർജിന്റെ കേസ് എടുത്താലും ഈ പോയിന്റ് ചാർജിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, നമുക്കത് ഇക്വേഷൻ വെച്ച് നോക്കാം. W is equal to integral A dot dl, അതായത് ഇന്റഗ്രൽ A dl cos theta which is equal to 0 ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആവാൻ പറ്റത്തില്ല. അതേപോലെ DL ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, DLും 0 ആവാൻ പറ്റത്തില്ല. പിന്നെ എന്താണ് ഇവിടെ 0 ആകുന്നത്? ഈ cos theta എന്ന് പറയുന്നതാണ് 0 ആകുന്നത്. cos theta 0 ആവെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അതായത് ഇലക്ട്രിക് ഫീൽഡും equipotential സർഫസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. In regions of strong electric field, equipotential surfaces are crowded and regions of weak electric field, the equipotential surfaces are far apart. ഒരു പിക്ചർ തന്നിട്ട് നിങ്ങൾക്ക് ക്രൗഡഡ് ആയിട്ടുള്ള equipotential സർഫസ് കൊടുത്തിട്ട് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ്ങർ ആണോ വീക്കർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം ക്രൗഡഡ് ആയിട്ടുള്ള equipotential സർഫസ് ആണ് വരച്ചിട്ടുള്ളതെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ് ആയിരിക്കും. വൈഡ് അപ്പാർട്ട് ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് വീക്കർ ആയിരിക്കും. ആൻഡ് ദെൻ ടു equipotential സർഫസ് വിൽ നെവർ ഇന്റർസെക്ട്. If intersect, it will lead to two different directions of electric field, which is not possible. രണ്ട് equipotential സർഫസ് ഇന്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പോയിന്റ് തന്നെ രണ്ട് വാല്യൂ കാണിക്കുന്നതാണ് അർത്ഥം. അത് പറ്റത്തില്ല. ഒരു പോയിന്റിൽ ഒരു വാല്യൂ കാണിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വേറൊരു രീതിക്ക് നമുക്ക് അതിനെ പറയാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്ക് എപ്പോഴും ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ ഒരു ഡയറക്ഷനെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ, ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ വരയ്ക്കാൻ പറ്റത്തില്ല. സോ equipotential സർഫസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു? First one, no work is done in moving a charge from one point to another in an equipotential surface. Second one, the equipotential surface and electric field are always perpendicular. Third one, for regions of strong electric field, the equipotential surfaces are crowded, and in regions of weak electric field, the equipotential surfaces are wide apart. And last one, two equipotential surfaces will never intersect. If intersect, it will lead to two different values of direction for electric field, which is not possible. ഇത്രയാണ് equipotential സർഫസിന്റെ പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ ഞാനൊരു ഒരു കുട്ടി പോർഷനോട് പറയാണ്, കാരണം അതൊരു സെപ്പറേറ്റ് വീഡിയോയിൽ കാണിക്കാനായിട്ടില്ല. സോ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഇപ്പൊ ഞാനിപ്പോ ഒരു പോയിന്റ് ചാർജ് ഇവിടെ ഇരിക്കുകയാണ്, +Q1 എന്ന് പറഞ്ഞ ചാർജ്. ഞാൻ P എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. ലെറ്റ് ദിസ് ഡിസ്റ്റൻസ് വിൽ ബി R1P എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യാണ് ഈ ഡിസ്റ്റൻസിനെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? V at P due to the first charge എന്ന് പറയുന്നത് 1/4πε0 Q1 divided by R1P എന്ന് വരും അല്ലെ. അതേസമയം അടുത്ത ചാർജ് Q2 എന്ന് പറയുന്ന ഒരു ചാർജ് ഇരിപ്പുണ്ട്, ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഇസ് R2P. ദെൻ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ഇസ് V2P എന്ന് കൊടുക്കാം കേട്ടോ. ഇവിടെ കൊടുക്കാം, 1 ഇവിടെ കൊടുക്കാം. 2P is equal to 1/4πε0 Q2 divided by R2P എന്ന് വരും. ഇനി വേറൊരു ചാർജ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് Q3യുടെ വാല്യൂസ് വരും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് ക്യാൻ ബി റിട്ടൺ ആസ് V at P. ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V1P പ്ലസ് V2P പ്ലസ് V3P അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും n ചാർജസ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എങ്ങനെ എഴുതാൻ പറ്റും? 1/4πε0 ബ്രാക്കറ്റിൽ കൊടുക്കുക Q1 divided by R1P plus
Q2 ഡിവൈഡഡ് ബൈ R2P പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് പോകും. കണ്ടോ? അപ്പൊ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ അത്രയും വരും. അതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. കുറെ ചാർജ് വരികയാണെങ്കിൽ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആൻഡ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ system of charges. Hope you all understood my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Seena G. Thank you.